കൃപാസനം പത്രം ജൂലൈ 2025 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള ലിനിയുടെ സാക്ഷ്യം. ഉടമ്പടിയെടുക്കാമെന്ന് നേർന്നപ്പോൾ തന്നെ ജീവിതത്തിൽ നടന്ന അത്ഭും. ഉടമ്പടിക്ക് ശേഷം നടന്ന സമയ ചുരുക്കത്തിൻ്റെ പരമ്പര പോലുള്ള സാക്ഷ്യങ്ങൾ. കുവൈറ്റിലായിരുന്ന എനിക്ക് ഭയങ്കരമായ നടുവേദന വന്ന് ഡോക്ടറെ കണ്ട് MRI എടുത്തപ്പോൾ സാക്രോയിലിയാക് ജോയിൻസിൽ പസ് കളക്ഷൻ കണ്ടു. എനിക്ക് നടക്കാൻ സാധിക്കാതെ വീൽ ചെയറിൻ്റെ സഹായത്തോടെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലിലെത്തി പസ് കളക്ഷൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് സിറിഞ്ചിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ അമ്മ മാതാവിനോട് ഓൺലൈനായി ഉടമ്പടി എടുക്കാമെന്നും നാട്ടിൽ വരുമ്പോൾ തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊള്ളാമെന്നും നേർന്നതിൻ്റെ ഫലമായി രണ്ടാമത്തെ ശ്രമത്തിൽ സിറിഞ്ചിലേക്ക് പസ് കയറുകയുണ്ടായി. എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എൻ്റെ മകൻ്റെ മൂക്കിൽ നിന്ന് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എപ്പോഴും ബ്ലഡ് വരുമായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മകനെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായും അസുഖം മാറിക്കിട്ടുകയും ഭർത്താവിന് വർഷങ്ങളായി ഉണ്ടായിരുന്ന തുമ്മൽ അലർജിയും ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായി മാറിക്കിട്ടി. തമിഴ്നാട് ചമ്പലിൽ നിന്നുള്ള സ്കറിയയുടെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത് എല്ലാം ശരിയാകും മോനെ, സാക്ഷ്യം പറയണമെന്നാണ്. മാതാവ് സ്വപ്നത്തിൽ വന്ന് കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 6 പേർ ചേർന്ന് 3.5 കോടി രൂപ മുടക്കി ഒരു ക്രഷർ യൂണിറ്റ് ആരംഭിച്ചു. കൊറോണ കാലത്ത് അത് തകർന്നു പോവുകയും ഞങ്ങൾ മാനസികമായും സാമ്പത്തികമായും തകർന്ന് എല്ലാവരും വഴക്കിലായി ആത്മഹത്യയുടെ വക്കിലെത്തി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നിനക്കത് വിൽക്കണോ അതോ നടത്തണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാവരും തമ്മിൽ വഴക്കാണ്, ഞങ്ങൾക്ക് സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോയാൽ മതി, എല്ലാവരും വിഷമത്തിലും സങ്കടത്തിലുമാണ് എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് നീ അത് വിൽക്കാൻ പറയുകയും അടുത്ത ഉടമ്പടിക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞോളാനും പറഞ്ഞു. എനിക്കത് വിൽക്കാനും ഒരുപാട് ബിസിനസ് വളർത്തിയെടുക്കാനും സാധിച്ചു. മാതാവ് സ്വപ്നത്തിൽ വന്ന് കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിക്കാനും പറഞ്ഞു. ഞാൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മകനായി ജീവിക്കുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നുള്ള നിഷ സത്യദാസിന്റെ സാക്ഷ്യം. 9 ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയപ്പോൾ അത്ഭുതകരമായ മാതാവ് സബ് ഇൻസ്പെക്ടറായ ഭർത്താവിൻ്റെ ട്രാൻസ്ഫറിൽ ഇടപെട്ടു. എൻ്റെ ഭർത്താവ് സെൻട്രൽ പോലീസിൽ SI ആയി ജോലി ചെയ്യുന്നതിനാൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടതായി വന്നിരുന്നു. ഒരിക്കലും സ്വദേശത്ത് താമസിക്കാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങളുടെ മക്കളും ഓരോ സ്ഥലത്തും മാറി മാറി താമസിക്കേണ്ടി വന്നു. എൻ്റെ ഭർത്താവ് ഒറീസയിൽ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ആയത് കൽക്കട്ടയിലേക്കായിരുന്നു. കേരളത്തിലേക്ക് പോരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾ വളരെ വിഷമത്തിലായി. ഞാൻ 9 ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 9ാം ദിവസം അത്ഭുതകരമായി ഭർത്താവിന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ചെന്നൈയിൽ ട്രെയിനിങ് അക്കാഡമിയിൽ ഇൻസ്ട്രക്ടറായി ജോലി നോക്കണമെന്നായിരുന്നു ഭർത്താവിൻ്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വീട് വാങ്ങിക്കാൻ സാധിച്ചു. തൃശൂർ വരന്തരപ്പള്ളിയിൽ നിന്നുള്ള ജാസ്മിൻ്റെ സാക്ഷ്യം. മാതാവിനെ കാണാൻ വന്ന് ഞാൻ ഉടമ്പടിയെടുത്തു. ഉടമ്പടി പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇടപെട്ട് ചെയ്ത വൻ കാര്യങ്ങൾ. ഞാൻ കൃപാസനത്തിൽ വന്നത് മാതാവിനെ കാണാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടിയെടുത്ത് ഉടമ്പടി പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ദേഹം മുഴുവൻ ചൊറിച്ചിലായി. ഞാൻ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. അതിനുശേഷം ഭർത്താവിന് പ്രഷർ കൂടുകയും ഹാർട്ട് ബീറ്റ് കുറയുകയും ചെയ്തു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഓപ്പറേഷൻ കൂടാതെ ഭർത്താവിനെ സുഖപ്പെടുത്തണമെന്നും സാക്ഷ്യം പറയാമെന്നും നേർന്നു. പിന്നെ ഭർത്താവ് നാട്ടിൽ വന്ന ശേഷം ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ വേണ്ട, മരുന്നുകൊണ്ട് മാറാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള അനിതകുമാരിയുടെ സാക്ഷ്യം. ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടിലിരിക്കുന്ന സമയം മുന്തിരിക്കുല പോലെ ഇരിക്കുന്ന ഒരു സാധനം എൻ്റെ വയറ്റിൽ നിന്ന് മാതാവ് ഇടപെട്ട് പുറത്തു കളഞ്ഞു. എൻ്റെ മകൾ പ്രഗ്നൻ്റായി 5ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് വലിപ്പം കൂടുതലാണെന്ന് കണ്ടു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം മകളുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു.
കുഞ്ഞ് ജനിച്ച് 45-ാം ദിവസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ 2 കിഡ്നിയും വലുതായി വരുന്നു എന്ന് കണ്ടു. 3-ാം മാസം സ്കാൻ ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു റിസൾട്ട്. ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ച് മറ്റൊരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ 2 വൃക്കകളും നോർമലായി എന്ന റിസൾട്ട് വന്നു. കൂടാതെ ഒരു ദിവസം ആദ്യ വെള്ളിയാഴ്ച വീടിനടുത്തുള്ള പള്ളിയിൽ പോകാൻ പറ്റാതെ പള്ളിയിൽ നടക്കുന്ന ആരാധന വീട്ടിലിരുന്ന് പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ നിന്ന് മുന്തിരിക്കുല പോലെ ഒരു സാധനം പുറത്തേക്ക് വന്നു. പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ചേർത്തല മുട്ടത്തു നിന്നുള്ള ജാൻസി ജോണിന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷം മകൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ മകൾ വിവാഹശേഷം 3 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുമായിരുന്നു. പല ചികിത്സകളും ചെയ്തെങ്കിലും ഒന്നും ഫലിച്ചിരുന്നില്ല. ഒരു ബന്ധു പറഞ്ഞതനുസരിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് മകൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 2ാമത്തെ പുതുക്കലായപ്പോൾ മകൾ പ്രഗ്നന്റ് ആവുകയും യാതൊരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കൂടാതെ 16 വർഷമായി ഞങ്ങൾക്ക് വീട്ടിലേക്ക് വണ്ടി കയറാനുള്ള വഴിയില്ലായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വഴി ലഭിച്ചു. തൃശൂരിൽ നിന്നുള്ള അലക്സിന്റെ സാക്ഷ്യം. ഡൽഹിയിലെ വീട് 3 കൊല്ലമായി വിൽക്കാൻ പലവിധ തടസ്സങ്ങളായിരുന്നു. ഉടമ്പടി പുതുക്കിയപ്പോൾ സംഭവിച്ചത്. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു വീടുണ്ടായിരുന്നു. 3 കൊല്ലമായി ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നെങ്കിലും ഡൽഹിയിലെ വീട് വിൽക്കാൻ സാധിച്ചിരുന്നില്ല. പലരും ആ വീട് വിൽക്കാതിരിക്കാൻ തടസ്സം നിന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച ഉപ്പ് ആ വീട്ടിൽ കൊണ്ടുപോയി വിതറി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ വീട് വിൽക്കാൻ സാധിച്ചു. കൂടാതെ ഞാൻ ഓസ്ട്രേലിയയിൽ PR എടുക്കാൻ വേണ്ടി 3 പ്രാവശ്യം IELTS-ഉം PTE-യും എഴുതി. പക്ഷേ എനിക്ക് സ്കോർ കിട്ടിയില്ല. ഞാൻ മാതാവിനോട് എന്ന് മാതാവ് ആഗ്രഹിക്കുന്നുവോ അന്ന് തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് വിസ ലഭിച്ചു. ഞങ്ങളുടെ വിശ്വാസവും വർദ്ധിച്ചു. തൊടുപുഴയിൽ നിന്നുള്ള വിജയന്റെ സാക്ഷ്യം. ബ്രെയിനിൽ അണുബാധ മൂലമാണ് കുഞ്ഞിന് ഫിറ്റ്സ് വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞിന് എന്ത് സംഭവിക്കാം എന്ന അവസ്ഥയിൽ ഉടമ്പടി വഴി മാതാവ് ചെയ്തു തന്നത്. എൻ്റെ കുഞ്ഞ് ജനിച്ച് 3 ദിവസം കഴിഞ്ഞ് തുടർച്ചയായി ഫിറ്റ്സ് വന്നു. MRI എടുത്തപ്പോൾ കുഞ്ഞിന് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് വേണമെന്നും കുഞ്ഞിന് മാറ്റം ഉണ്ടാകില്ലെന്നും എന്തും സംഭവിക്കാമെന്നും പറഞ്ഞു. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ തന്നെ കാഴ്ചയ്ക്കോ കേൾവിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം കുഞ്ഞിന്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ച സമയം തന്നെ കുഞ്ഞ് കണ്ണു തുറന്നു. കൃപാസനത്തിൽ നിന്ന് വാങ്ങിയ കൊന്ത ബെഡിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുഞ്ഞ് സുഖപ്പെടുകയും കേൾവിക്കോ കാഴ്ചയ്ക്കോ യാതൊരു കുഴപ്പവും കൂടാതെ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കൊരട്ടിയിൽ നിന്നുള്ള സിസിലി ബെന്നിയുടെ സാക്ഷ്യം. 30 വർഷമായി എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചത്. എനിക്ക് 30 വർഷമായി സൈനസൈറ്റിസിന്റെ അസുഖമുണ്ടായിരുന്നു. എല്ലാ മാസവും തലവേദന ഉണ്ടാകും. ഒരുപാട് മരുന്നുകൾ കഴിച്ചെങ്കിലും ഒന്നും ഫലിച്ചില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ 15 വർഷമായി ആശാവർക്കറിന്റെ ജോലി ചെയ്തിരുന്ന എനിക്ക് വെയിൽ കൊണ്ടാൽ ദേഹം മുഴുവൻ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടിയതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും കൃപാസനം മാതാവിനെ കുറിച്ച് പറയുന്നതിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും സാധിക്കുന്നു.